ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. ഫെലിക്സ്, ഏത് പശ്ചാത്തലത്തിലാണ് മുല്ലപ്പള്ളിയുടെ പ്രതികരണം വരുന്നത്? അദ്ദേഹം പാർലമെന്റ് രാഷ്ട്രീയ രംഗത്ത് വലിയ തോതിൽ പ്രാമുഖ്യമുള്ള നേതാവാണ്. മുല്ലപ്പള്ളി തന്നെ പറഞ്ഞതുപോലെ എവിടെയാണ് എങ്കിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത രാഷ്ട്രീയ ചരിത്രമുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഇങ്ങനൊരു താല്പര്യ പ്രകടനം ഏത് പശ്ചാത്തലത്തിലാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരിക്കുമെന്ന ചോദ്യത്തിന് മറുപടിയായാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് തനിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം, എവിടെ വേണമെങ്കിലും മത്സരിക്കാനുള്ള പാർട്ടി ആ ഒരു സ്വാതന്ത്ര്യം തനിക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ തൻ്റെ നിലപാട് തന്നെയാണ് നിർണായകം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാതിരുന്നത് തനിക്കെന്ന് KPCC അധ്യക്ഷൻ്റെ ചുമതലയുണ്ടായിരുന്നു. 140 മണ്ഡലങ്ങളുടെയും ഉത്തരവാദിത്വം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ മത്സരിക്കാതിരുന്നത്. കഴിഞ്ഞ തവണ ലോക്സഭയിലേക്കും താൻ മത്സരിക്കില്ല എന്ന് തനിക്ക് താല്പര്യമില്ല എന്ന് താൻ അറിയിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോട് മത്സരിക്കുമെന്ന ചോദ്യത്തിന് ഇതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് വായിക്കാം എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇത്തവണ തനിക്ക് അത്തരം ഒരു ഉത്തരവാദിത്വമില്ല. കഴിഞ്ഞ തവണ KPCC അധ്യക്ഷനായിരുന്നെങ്കിൽ ഇത്തവണ അത്തരത്തിലൊരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് മത്സരിക്കാനുള്ള ആഗ്രഹം തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിപക്ഷ നേതാവ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു, അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഒരു തലമുറ മാറ്റം ഉണ്ടാകുമെന്ന്. അതായത് കാര്യവും അതിനിടയിലാണ് ഇങ്ങനെയുള്ള താല്പര്യ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. തലമുറ മാറ്റം എന്ന് പറയുന്നതിനിടയിലാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, തൊട്ടപ്പുറത്ത് മുൻ KPCC അധ്യക്ഷനായ K സുധാകരൻ, ഇവരൊക്കെ തന്നെ അവകാശവാദവുമായി രംഗത്ത് വരികയാണ്. ഫെലിക്സ്, യുവാക്കൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകി. അതുകൊണ്ട് യുവാക്കൾക്കും സ്ത്രീകൾക്കും മാത്രമല്ല മുതിർന്നവർക്കും പ്രാധാന്യം നൽകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മുതിർന്ന നേതാക്കളെയും മത്സരിപ്പിക്കണം. താൻ KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് ഇവരെല്ലാവർക്കും, അതായത് അത്തരത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും പരിഗണന നൽകി. 46 സീറ്റുകളിൽ യുവാക്കളെയും സ്ത്രീകളെയും നിർത്തി. അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും പരിഗണന നൽകണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF-നുണ്ടായൊരു വലിയ വിജയം തീർച്ചയായിട്ടും അത് ഈ സ്ഥാനാർത്ഥി ആകണമെന്നൊരു ആഗ്രഹത്തിലേക്ക് നേതാക്കളെ കൂടുതലായി എത്തിക്കുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതുവരെ ഉണ്ടായിരുന്ന, അതിനു മുൻപുണ്ടായിരുന്ന ചിത്രമല്ല ഇപ്പോൾ. ഈ ഒരു മേൽക്കൈ കോൺഗ്രസ് നേതാക്കൾ പോലും, പല UDF നേതാക്കൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ര വലിയ വിജയം ഉണ്ടായൊരു പശ്ചാത്തലത്തിൽ നിയമസഭയിലേക്കും സമാനമായൊരു നേട്ടം ഉണ്ടാകുമെന്ന പ്രതീക്ഷ നേതാക്കൾക്കുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ആഗ്രഹം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്.